ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. തേങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനെടുത്തിട്ടുള്ള ഈ ഒരു പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ മതി എന്നുള്ളവർക്ക് തേങ്ങാപ്പാലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 25 ഗ്രാം അളവിലാണ്. ഇതുപോലെ 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇപ്പോൾ തന്നെ. അതുപോലെ ഇത് കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് ഇത് കൈവിട്ട് കൊടുക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ തേങ്ങ ചിരകിയത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വയ്ക്കണമെന്നില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുകി വരും. അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഞാൻ അതിനായിട്ട് സ്പാച്ച് വെച്ചിട്ടാണ് ഇനി ഇളക്കി കൊടുക്കുന്നത്. ഇത് നമുക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ അതാ നല്ല പോലെ കുറുകി നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം 1-2 സെക്കൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായി പോവും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതുപോലൊരു ബൗളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഷേപ്പിലുള്ള ബൗളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനാണ് ഈ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷം, ഫ്രീസറിലല്ല തൊട്ട് താഴെ വെച്ചിരുന്നതിന് ശേഷം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടി അത് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നത് പോലത്തെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.